മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോണ് വണ്ടി. ജനറൽ സർവീസായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മളതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ ഈ സൈഡ് തേയ്മാനം കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് കറക്റ്റ് സെൻറ്റർ പോർഷൻ മാത്രമാണ് കട്ട് ചെയ്തിരുന്നത്. രണ്ട് എഡ്ജും തേയ്മാനം വന്നു പോയിട്ടുണ്ട്. ടയറിൻ്റെ പ്രോബ്ലം ആവാനാണ് സാധ്യത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിലല്ലാണ്ട് വേറെ എൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും വേരിയേഷൻ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കണേ. ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. വീലിൻ്റെ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എന്നാൽ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ സീൽ ലീക്കായി തുടങ്ങിയാണ് കാണാം കേട്ടോ. അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിടണമാണ് നല്ലത്. ക്ലച്ച് ഷാഫ്റ്റ് ഭാഗം കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കാം. അതേപോലെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അതിൻ്റെ തേയ്മാനമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ളൂ. കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനിലേക്ക് ആയില്ല. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്, നല്ലൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ച് തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കാണുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ്. CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് വർക്ക് ചെയ്യണതിൻ്റെ പെർഫോമൻസൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്, നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റിനും വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ ഓരോ കട്ടയുടെ ഉള്ളിൽ കൂടെയും പൊട്ട് വീണിരിക്കുക. ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പീസ് നമുക്കിത് മോട്ടത്തിലെങ്ങാനും പൊളിഞ്ഞു പോയാൽ ബാക്കിയത്തെ പെട്ടെന്ന് പൊളിഞ്ഞു പോയി നമ്മൾ വഴിയിൽ റോട്ടിൽ പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ വരും. ഇതാണ് ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ട് വീണുണ്ട് കേട്ടോ. അപ്പോൾ ആ ബെൽറ്റ് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. കാരണം എന്താ വെച്ചാൽ എന്തായാലും അടുത്ത സർവീസ് വരെ ഓടില്ല, അതിക്കുള്ളിൽ പൊട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ കിക്കർ കവറിൻ്റെ ഉള്ളിലും ക്ലച്ച് കവറിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയിരിക്കണം, അതഴിച്ചാൽ ഗ്യാസ്കറ്റ് മാറ്റിയിടണമായിരിക്കും ബെറ്റർ. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിള് എനിക്ക് തോന്നുന്നു അത് ഉപയോഗിക്കാണ്ടായിരിക്കും ഫുൾ ടൈറ്റായി പോയേക്കാണ്. അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. രണ്ട് കേബിളുകളും ഏകദേശം ഔട്ടർ വലിയ അവസ്ഥയാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെയൊക്കെ ഔട്ടർ പൊട്ടിയേണ്ട സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകൾ, രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞ അവസ്ഥയിൽ നിൽക്കുക. അതായത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വലിയാനായിട്ടില്ല, ഓൾറെഡി വന്ന് ജാമായിട്ട് നിൽക്കുക. ഇന്നർ പ്രോബ്ലം കാണിക്കില്ല, പക്ഷേ ഔട്ടറാണ് ഈ സൈഡ് പ്രശ്നം കാണിച്ചത്. അതുകൊണ്ട് ഈ സൈഡൊക്കെ പൊട്ടിയാണ് നിൽക്കണേ. അപ്പോൾ ഔട്ടർ വലിയ കാരണം ഓൾറെഡി നമുക്ക് ലിവറുമ്പോൾ പിടിക്കുമ്പോൾ ബ്രേക്ക് കാണിക്കും, പക്ഷേ വണ്ടി നിൽക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയാനായിട്ടുള്ള സംഭവമില്ല, അത് തന്നെ മെയിനായിട്ടുള്ളൊരു കേസ്. അപ്പോൾ ആ ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റിയിടാം, എന്നാൽ തന്നെയാണ് അത് ബ്രേക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറണം, കേബിളുകൾ കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും ടയർ നല്ല ടയറാണ്. MRFൻ്റെ ടയർ അത്യാവശ്യം ക്ലിയറാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ലിങ്ക് സസ്പെൻഷൻ്റെ ഭാഗമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ചെറിയ പ്ലേ ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലെ നമുക്കൊന്ന് തൽക്കാലം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെയുള്ളത് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ തീരെ ലെവൽ കുറവാണ്, ഒട്ടുമില്ല. ഈ ഒരു അവസ്ഥയിലാണ് വണ്ടി വന്നേക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓയിൽ കറക്റ്റ് ടൈമിങ്ങിലല്ല മാറ്റിയേക്കണത്. ഇതിപ്പോൾ ഇത്രയും ലെവൽ കുറഞ്ഞ് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഓയിൽ കത്തി പോകണുണ്ടാവും, അത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതായത് ഒരുപാട് പുക വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓയിൽ കത്താനായിട്ട് നമ്മുടെ കണ്ണിൽ പെടുള്ളൂ. ഇതിപ്പോൾ മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഓയിൽ ഇത്ര ലെവൽ കുറവ്. കാരണം എന്താ വെച്ചാൽ എൻജിൻ്റെ ഭാഗത്ത് അത്രയും ഓയിൽ കുറയാനും മാത്രമുള്ള ലീക്കേജ് ഒന്നും ഈ ഭാഗത്ത് കാണുന്നില്ല. ഹെഡിൻ്റെ അവിടെ ലീക്ക് ഉണ്ട്, പക്ഷേ ഇതിനും മാത്രം ഓയിൽ എന്തെങ്കിലും അങ്ങനെ പോവില്ല, സ്വാഭാവികമായിട്ട് ഇത് കത്തി പോകണമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓയിൽ ഫില്ല് ചെയ്താലും ചിലപ്പോൾ ഇന്ന് തന്നെ കാണിച്ചേക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വണ്ടി നല്ല രീതിയിൽ പുക വരാൻ സാധ്യതയുണ്ട്. സൈലൻസറിൽ നിന്ന് വെള്ള കളറിൽ പുക വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഓയിൽ കയറി ഹെഡിൻ്റെ ഫേസിലേക്ക് കയറി വരും, അത് കത്തി ലെവൽ കുറഞ്ഞു പോകണം. അപ്പോൾ ഇത്ര ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഇപ്പം തന്നെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ വീണ്ടും കൂടുതലായിട്ട് കയറും, കത്തി നല്ല രീതിയിൽ പുക വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ക്ലിയർ ചെയ്തിട്ട് അത് റെഡി ആക്കിയാൽ തന്നെയാണത്. സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് മാറ്റി തന്നെ സെറ്റ് ചെയ്താലാണ് അത് കംപ്ലൈൻറ്റ് തീർത്തും ശരിയാവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് ഒന്ന് കൈയോടെ മാറ്റിയിടാം. കാരണം ഞാൻ അത്യാവശ്യം അതിൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ കത്തിപ്പോയിട്ടുണ്ട്.
തന്നെയല്ല ഈ പ്ലഗും എയർ ഫിൽറ്ററൊക്കെ ശരിക്കും 10,000 കിലോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, പ്ലഗ് പഴയതാണ്. തൽക്കാലം നമുക്കതൊന്ന് മാറ്റി പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കാര്യം അത് ഓൾറെഡി വാറണ്ടി പീരീഡ് ഉള്ളതായിരിക്കും. എന്നാൽ പോലും നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യണതാണ്. വോൾട്ട് നോക്കുമ്പോൾ 12.80 ആ റേഞ്ചിലൊക്കെ വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിൽ കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിച്ചത്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓൾറെഡി നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മളതിനകത്ത് പെടുത്തിയെന്നുള്ളൂ കേട്ടോ. ഇനി ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗത്ത് ഉള്ളിൽ വന്ന സ്ക്രൂ പിടിക്കുന്ന ഭാഗമൊക്കെ പൊട്ടിയാണ്. കാരണം ഫ്രണ്ട് ഗട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ മിററിൻ്റെ സൈഡിലെ ബ്രാക്കറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട്. അങ്ങനെ 1-2 വർക്കുകൾ അതല്ലാതെ കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അതിനകത്തുള്ളത് ഈ എഞ്ചിൻ ഓയിലിൻ്റെ പ്രോബ്ലമാണ്. എഞ്ചിൻ ഓയിൽ ഇല്ലെങ്കിൽ എപ്പോൾ നമുക്ക് ഓയിലില്ലാണ്ട് ഓടണ വണ്ടി ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ടാക്കി വയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഇപ്പോൾ തന്നെ ഉണ്ടായി കാണും. നമുക്കിപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പൊല്യൂഷൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ കയറി നല്ല രീതിയിൽ കത്തുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പൊല്യൂഷൻ പാസ്സായി കിട്ടാനും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. അത് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെയൊക്കെ മെയിൻ്റനൻസ് വരുന്നതെല്ലാം കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. കിലോമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം, എന്നാൽ തന്നെയാണ് നമുക്കത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്നൊന്നും അറിയാൻ പറ്റില്ല. നമ്മളൊന്ന് ഗസ് ചെയ്തിട്ട് ആ രീതിയിലാണ് ചെയ്തു പോവുക. പക്ഷേ അങ്ങനെയല്ല ശരിക്കും. കറക്റ്റ് 3000 കിലോമീറ്ററിൽ നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ചും, 10,000 കിലോമീറ്ററിൽ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക, 30,000 കിലോമീറ്റർ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യുക. അതാണ് ശരിക്കും അതിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കറക്റ്റ് അതിൻ്റെ സർവീസ് പ്രൊസീജിയർ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യില്ല. അപ്പോൾ ടൈമിങ് മാറിപ്പോവും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രോബ്ലംസ്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് പോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ മീറ്ററിൻ്റെ കേസും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് മീറ്റർ വർക്കിംഗ് ആക്കി ഇടണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം വണ്ടിയുടെ ഏത് മെയിൻ്റനൻസും കിലോമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെയിൻ്റനൻസുകൾ വരിക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ മീറ്ററിൻ്റെ കേസൊന്നുമില്ല, ഞാൻ ബാക്കിയത്തെ ഈ പറഞ്ഞ കേസുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓയിൽ മാറ്റിയാലും ഏകദേശം നമുക്കൊരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കയറ്റിയിട്ട് ഓയിൽ ലെവൽ എത്രത്തോളം കുറയുന്നുണ്ടെന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും. അത് നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വയ്ക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.